ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദൃശ്യം 3 170 കോടി കടന്നിരിക്കുന്നു. 6 ദിനങ്ങൾ കൊണ്ട് സിനിമ ആ ഒരു റേഞ്ചിലേക്ക് എത്തുകയാണ്. 5 ദിനങ്ങൾ കൊണ്ട് 155 കോടിക്കടുത്ത് നേടിയ ചിത്രം വേൾഡ് വൈഡായിട്ട് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ന് മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് ഏകദേശം 12,500ഓളം ടിക്കറ്റുകളാണ്. പുതിയ റെക്കോർഡാണ് ഈ ഒരു സിനിമ തകർത്തിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, 15 കോടി തിങ്കളാഴ്ച നേടിയിരിക്കുന്നു. ഒരു വർക്കിംഗ് ഡേയിൽ ഒരു മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ തന്നെയാണ്. അതിൽ തന്നെ ഏകദേശം 7 കോടിക്ക് മുകളിലാണ് നമുക്ക് കേരള, അല്ലെങ്കിൽ 6.5 കോടിക്ക് മുകളിൽ കേരള കളക്ഷനും ഇന്ത്യ കളക്ഷനായിട്ട് 8.5 കോടിയുമാണ് വന്നിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് 15 കോടിയും. അതെ, ഇതൊക്കെ വേറെ ആരെയും കൊണ്ട് നടക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ഒരേ ഒരാളെ കൊണ്ട് മാത്രമേ ഈ ഒരു കാര്യം നടക്കുകയുള്ളൂ. അയാൾക്ക് 1000 തലയാണ്. 1000 തലയുള്ള രാവണനാണ്. അതുതന്നെയാണ് മോഹൻലാൽ. അഭിനയകലയുടെ തമ്പുരാൻ എന്ന് തന്നെ പറയാം. അതെ, ഇത്രത്തോളം ഗംഭീരമായിട്ടൊരു സിനിമയെ ലിവറേജ് ചെയ്യണമെങ്കിൽ വേറെ ഒരു ബ്രാൻഡിനും കഴിയില്ല എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം വമ്പൻ വിജയമാകുന്നു. അവിടെ വമ്പൻ സിനിമകൾ ഓടുമ്പോൾ പക്ഷേ ഒരു മലയാള സിനിമയ്ക്ക് കഴിയാത്ത കാര്യം അവിടെ എത്തിച്ചിരിക്കുന്നു മോഹൻലാൽ എന്ന് തന്നെ പറയാം. അതെ, 1000 തലയുള്ള രാവണൻ എന്ന് തന്നെ വിളിക്കാൻ കഴിയുള്ളൂ. അതുതന്നെയാണ് ഈ അഭിനയകലയുടെ തമ്പുരാനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കളക്ഷൻ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ. ആന്ധ്രയിൽ നിന്ന് 6 കോടിയോളം നേടിയിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 47 കോടി ഇന്നലെയോടെ കഴിഞ്ഞു. ഇന്നത്തോടെ 55 കോടിക്കടുത്തേക്ക് എത്തുമെന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ വരെയുള്ള കണക്കുകൾ 5,69 ലക്ഷം രൂപയും കർണാടകത്തിൽ നിന്ന് 10.5 കോടിയും കടന്നു. ഇന്ന് 70 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് ഇതുവരെ വന്നിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് 154 കോടിയോളമാണ് സിനിമ ഇന്നലെ വരെ നേടിയത്. ഇന്ന് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നു 170 കോടിയിലേക്ക് എത്തും. അമേരിക്കയിൽ സിനിമ റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ്. $1.05 മില്യൺ നേടിയിരിക്കുന്നത്. ചൊവ്വാഴ്ചത്തെ കളക്ഷനായിട്ട് അല്ലെങ്കിൽ പ്രീസെയിലൂടെ $50,000 നേടിയിരിക്കുന്നു. ഓസ്ട്രേലിയയിലും $1 മില്യൺ അടിക്കുകയാണ്. ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് ഒരുമിച്ചുള്ളതാണ് ഈ $1 മില്യൺ. ഓസ്ട്രേലിയയിൽ നിന്ന് $870,000, അതേപോലെ തന്നെ ന്യൂസിലാൻഡിൽ നിന്ന് $240,000 സിനിമ നേടിയിരിക്കുന്നത്. അങ്ങനെ അതിഗംഭീരമായിട്ട് പോകുമ്പോൾ മൂന്നാമത്തെ 150 കോടിയാണ് മോഹൻലാൽ കടക്കുന്നത്. വേറെ ഒരു നടനും മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു അഭിമാന മുഹൂർത്തമില്ല എന്ന് തന്നെ പറയാം. 3 സിനിമകൾ 150 കോടി. എമ്പുരാൻ തുടരും, ദൃശ്യം 3 ഇത് 200 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളതിനും യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ 3 സിനിമകളും 200 കോടി കടക്കുന്ന ആദ്യത്തെ മലയാള നടൻ എന്നുള്ള പേരും വരും. മണിക്കൂറിൽ 12,500 മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റ് പോകുന്നത്. ഒരു വർക്കിംഗ് ഡേ ആയിട്ടും അതിഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് ആണ് ഈ സിനിമയ്ക്ക്. ഇനി വരുന്ന ദിനങ്ങൾ നമുക്കറിയാം, അവധി ദിനങ്ങളുണ്ട്. ഇനി വരുന്ന അടുപ്പിച്ച് 4ഓളം. ആ 4 ദിനങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏകദേശം 75 കോടിക്ക്. 300, 350 തൊട്ട് 400 കോടി വരെ ഈ ഒരു സിനിമ പോകും. 500 കോടി അടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മലയാള സിനിമയിൽ ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു ക്രൗഡ് പുള്ളറെ ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ മലയാള സിനിമയിലെ എല്ലാവരും ശ്രമിച്ചാലും മോഹൻലാലിൻ്റെ ഈ ഒരു ക്രൗഡ് പുള്ളിംഗ് കപ്പാസിറ്റിക്ക് അടുത്ത് എത്തില്ല. ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയ ലിവറേജും അതുതന്നെയാണ്. ദൃശ്യം 3യിലേക്ക് എത്തുമ്പോൾ പലർക്കും പല കമൻസുകളും പല രീതിയിലുള്ള ഇഷ്ടങ്ങളും ഈ സിനിമയെക്കുറിച്ചുണ്ടാവാം. ചിലർക്ക് നെഗറ്റീവായിരിക്കും, ചിലർക്ക് പോസിറ്റീവായിരിക്കും, പലർക്കും ആവറേജുമായിരിക്കും. പക്ഷേ ഒരു കാര്യം എല്ലാവരും ഒരുമിച്ച് അംഗീകരിക്കുന്നുണ്ട്. ആ സിനിമ എങ്ങനെയും ആകട്ടെ, അതിൻ്റെ ജനങ്ങൾക്ക് കാണണമെന്ന് അത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ആ നടൻ്റെ പേര് മോഹൻലാൽ എന്നായിരിക്കണം എന്നുള്ളത്. അത് തന്നെ നമ്മളിവിടെ കാണുകയും ചെയ്യുകയാണ്. എന്താണേലും ഭീകരമായിട്ടുള്ള ആ ഒരു കളക്ഷൻ നൽകുന്ന ഒരു കാര്യം, അതെ, ഇവിടെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ അത് മോഹൻലാൽ തന്നെയെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി തൂക്കിയിരിക്കുന്നു. അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് റെക്കോർഡ് വേഗത്തിൽ ഈ സിനിമ എത്തുകയാണ്. എന്തായാലും വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ ഇതൊക്കെ അയാളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, വേറെ ആരെയും കൊണ്ട് കഴിയില്ല എന്ന് നമുക്കറിയാം. അഭിനയകലയുടെ ഈ ഒരു തമ്പുരാൻ 1000 തലയുള്ള അതിരാവണൻ തന്നെയാണ്